കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഫോറസ്റ്റ്. കോന്നി ആനക്കൂടുകൾക്കും വനപ്രദേശങ്ങൾക്കും റബ്ബർ വിളകൾക്കും പേരുകേട്ട നാടാണ്. 1887 തിരുവിതാംകൂർ വനനിയമപ്രകാരം 1888 ഒക്ടോബർ 9 പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി. 1000-ൽ പരം വർഷം പഴക്കമുള്ള ശിവക്ഷേത്രവും പ്രസിദ്ധ കല്ലേലി അപ്പുപ്പൻകാവും കോന്നിയിൽ പ്രസിദ്ധ ദേവാലയങ്ങളാണ്. കല്ലേലി അപ്പുപ്പൻകാവിലെ കുംഭമേള പാട്ടും വളരെ പ്രസിദ്ധമാണ്. വനക്കാഴ്ചകളുടെയും ഗ്രാമീണ കാഴ്ചകളുടെയും ഒരു സുന്ദര സംഗമം തന്നെയാണ് കോന്നി യാത്ര. വനത്തിൽ മേഞ്ഞു നടക്കുന്ന പശുക്കളെ കാണുമ്പോൾ ആശ്ചര്യം തോന്നും, വന്യമൃഗങ്ങൾ ഇരയാക്കുകയില്ലേ എന്ന്. ഇത്തരത്തിൽ കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചകളും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഈ കാണുന്ന കല്ലേലി പാലം മുതലാണ് കോന്നി ചെമ്പനരുവി വനമധ്യത്തിലൂടെയുള്ള യാത്ര. പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, ദുർഘടം പിടിച്ച റോഡും. ആ ചെക്ക് പോസ്റ്റിൽ കാണാൻ സാധിക്കും റോഡ് ക്ലോസ് എന്ന്. വളരെ ഭയാനകം നിറഞ്ഞൊരു യാത്ര കൂടിയാണ് ഇതുവഴിയൂടെയുള്ള യാത്ര. കണ്ടില്ലേ, ഒരു കടയെ ആന ചവിട്ടി കുത്തി പൊളിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ഭയം തോന്നും. അത്രയ്ക്ക് ഭയാനകം നിറഞ്ഞൊരു യാത്ര തന്നെയാണ് കോന്നിയിൽ നിന്നും ചെമ്പനരുവിയിലോട്ടുള്ള വനമധ്യത്തിലൂടെയുള്ള യാത്ര. ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ വനത്തിലൂടെ യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ എന്താണ് അപകടം ഒന്നും അറിയില്ല. വഴിമധ്യയിലോട്ടുള്ള അപകടം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര. നല്ല മഴ പെയ്തിരിക്കുന്നു. മഴ കാരണം റോഡാകെ പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിലും ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. പിന്നെ ചെളിയും. എത്ര ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരുന്നാലും ഈ യാത്ര തുടരാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. സെക്കൻഡ് ഇട്ടോ പച്ചപ്പ് നിറഞ്ഞ ഒരു വനം തന്നെയാണ്. അതിൽ ഒരു മാറ്റമില്ല. നിബിഡ വനം, പേടിയാകുന്ന ഒരു അന്തരീക്ഷം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ യാത്ര. വന്യമൃഗങ്ങളാൽ നിബിഡമായ കോന്നി ഫോറസ്റ്റ് ട്രക്കിങ്ങിന് അനുയോജ്യമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഞങ്ങളങ്ങനെ യാത്രയിൽ ബൈക്ക് നിർത്തി. കാരണം ഞങ്ങൾ പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഒരു ആന കടന്നു പോയിരിക്കുന്നു. ഇലകൾ വലിച്ചൊടിച്ച് തറയിലിട്ടിരിക്കുന്നു. ഫ്രഷ് ആനപ്പിണ്ടവും കാണാൻ സാധിക്കും. ആകെ ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ആനയെ കാണാൻ സാധിച്ചില്ലെങ്കിലും ആനപ്പിണ്ടവും ആന നിന്ന സ്ഥലവും ആന ഇറങ്ങിപ്പോയ വഴിയൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്ത ശേഷം ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് തന്നെ യാത്ര ആരംഭിച്ചു. ഇനി ആ ആന എങ്ങാനും വഴിയിലെങ്ങാനും കണ്ടാലോ.
കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളുമുണ്ട്. 29 ഇനത്തിൽപ്പെട്ട സസ്തനികൾ ഇവിടെ കാണപ്പെടുന്നു. ആന, കടുവ, പുള്ളിപ്പുലി, കാട്ടുനായ, മാൻ എന്നിങ്ങനെ. ഇന്ത്യയിലെ പ്രധാന പക്ഷി മേഖലകളിൽ ഒന്നാണ് കോന്നി ഡിവിഷൻ. വലിയ ഇനത്തിൽപ്പെട്ട വേഴാമ്പലുകളെയും ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ തന്നെ ഉരക ഇനത്തിൽപ്പെട്ട പറക്കുംപല്ലി മുതൽ രാജവെമ്പാല, മൂർഖൻ, കാട്ടുപാമ്പ് എന്നിങ്ങനെ നിരവധി പാമ്പുകളും ഇവിടെ കാണാൻ സാധിക്കും. സസ്യമൃഗജാല സമ്പുഷ്ടമാണ് കോന്നി വനമേഖല എന്നതിൽ ഒരു സംശയവുമില്ല. മറ്റേ വെട്ടിപ്പൊളിച്ച് സുന്ദരമായ കാഴ്ചകൾ പകർത്തിയും ആനന്ദിച്ചും ഞങ്ങളങ്ങനെ കോന്നി വനയാത്രയിൽ നിന്നും ചെമ്പനരുവിയിലേക്ക് എത്തിച്ചേർന്നു. നമ്മുടെ ഈ യാത്രാ വിവരണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക.